ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ട പരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അങ്ങനെ ആര്യൻ മിത്രയോട് ഓരോന്നൊക്കെ പറയാണ്. അവൻ അവിടെ ജയിലിൽ കിടന്നിപ്പോൾ സുഖിക്കുമായിരിക്കും. ആ റാസ്കൽ എൻ്റെ അനിയത്തിയോട് അവൻ ചെയ്തതിന് അവന് ശിക്ഷ കിട്ടുക തന്നെ വേണം എന്നൊക്കെ പറയാം. അത് കേൾക്കുന്ന മിത്രയ്ക്ക് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. മിത്ര പറയും, നിർത്താര്യ, അവനവിടെ ഒരു സുഖവും ഇല്ല, അവനാകെ കോലം കിട്ടുപോയി എന്ന് പറയാം. ജയിലിൽ കിടക്കുന്ന ആര്യന് ഒരു സുഖവും ഇല്ലാന്ന് തനിക്കെങ്ങനെ അറിയാം എന്ന് ഇച്ചിരി ശബ്ദം ഉയർത്തി തന്നെ ആര്യൻ മിത്രയോട് ചോദിക്കും. തന്നോടാ ചോദിച്ചത്? അല്ല, ജയിലിൽ കിടക്കുന്ന അവൻ്റെ അവസ്ഥയെപ്പറ്റി തന്നോട് ആരാ പറഞ്ഞത്? സത്യം പറയണം, താനിതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും. അപ്പം അബദ്ധമായി പോയല്ലോ എന്നുള്ള രീതിയിൽ മിത്ര നിൽക്കുകയാണ്. അത് പിന്നെ എന്നും പറഞ്ഞ് അപ്പം ആര്യൻ വീണ്ടും ചോദിക്കും, മിത്രേ, നിന്നോടാ ചോദിക്കുന്നത്, അവൻ്റെ കാര്യങ്ങളൊക്കെ നീ എങ്ങനെ അറിഞ്ഞെന്ന്. നിന്നോട് വന്ന് ആരും പറയാനായിട്ടുള്ള ഒരു സാഹചര്യവും ഞാൻ കാണുന്നില്ല. എന്താ ഉണ്ടായത് എന്ന് വീണ്ടും ചോദിക്കുക. അത് അവനെ കാണാൻ ഞാൻ ജയിലിൽ പോയിരുന്നു എന്ന് അപ്പം മിത്ര ആര്യനോട് പറയാണ്. അലോകിനെ കാണാൻ താൻ ജയിലിൽ പോയിരുന്നെന്നോ? അതിനർത്ഥം എന്താ? അവൻ എൻ്റെ അനിയത്തിയോട് ചെയ്തതൊക്കെ തൻ്റെ മനസ്സിൽ അല്പം പോലും വേദന നൽകിയിട്ടില്ല എന്ന്, തനിക്ക് തൻ്റെ സഹോദരനോടുള്ള സ്നേഹം മാത്രമേ നിലനിൽക്കുന്നുള്ളെന്ന്. ഒരാവശ്യം വന്നപ്പം താൻ ശരിക്കും കൃഷ്ണമംഗലത്തുകാരിയായി ദേവമംഗലത്തെ അങ്ങ് തഴിഞ്ഞു അല്ലേ എന്ന് ചോദിക്കാം. ആര്യ, ദേഷ്യം വരുമ്പോൾ വായി തോന്നുന്നത് എന്തും വിളിച്ചു പറയരുത് കേട്ടോ. എനിക്കിതൊക്കെ കേൾക്കുമ്പം എന്തുമാത്രം വേദന തോന്നുന്നുണ്ടെന്നറിയാവോ? അനുമോളോട് എനിക്ക് സ്നേഹമില്ലെന്നൊന്നും ആരും പറയരുത്. എനിക്ക് അവളോട് സ്നേഹമാണ്, അതെനിക്ക് മനസ്സിലായല്ലോ. എൻ്റെ അനിയത്തിയോട് സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ജീവിതം തന്നെ നശിപ്പിക്കാൻ നോക്കിയ ഒരുത്തിനോട് താൻ ഇത്രയധികം സഹതാപം കാണിക്കത്തില്ലായിരുന്നു എന്ന് പറയാം. ആര്യ, അവൻ എൻ്റെ സഹോദരനല്ലേ, അവൻ നശിച്ച് കാണണമെന്നൊന്നും ഒരിക്കലും ആഗ്രഹിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയാം. ഞങ്ങൾ ഒരേ രക്തമല്ലേ, എനിക്ക് വേദനിക്കില്ലേ? ആര്യനെന്താ എൻ്റെ അവസ്ഥ മനസ്സിലാകാത്തത് എന്ന് ചോദിക്കുകയാണ്. ഒരേ രക്തോ? എന്താടോ, ഇതേ വേദന എനിക്കില്ലേ എന്ന് ആരും ചോദിക്കുക. എൻ്റെ പെങ്ങളും ഞാനും ഒരേ രക്തമല്ലേ? എന്തൊക്കെ ന്യായം പറഞ്ഞാലും ഞങ്ങളുടെ അനുമോളെ ഈ അവസ്ഥയിൽ എത്തിച്ചവനെ കാണാൻ പോകാൻ തനിക്ക് എങ്ങനെ തോന്നി എന്ന് വീണ്ടും ചോദിക്കുക. എനിക്ക് തോന്നി, ഞാൻ പോയി, അത്രേ ഉള്ളൂ എന്ന് മിത്ര പറയാം. അത്രേ ഉള്ളൂ അല്ലേ എന്ന് അപ്പം ആരും ചോദിക്കുകയാണ്. താൻ അവനെ കാണാൻ പോയി, ആയിക്കോട്ടെ എന്ന് പറയാം. പക്ഷെ ഒരു മര്യാദയുടെ പേരിൽ എന്നോടൊരു വാക്ക് തനിക്ക് പറയായിരുന്നല്ലോ. പറഞ്ഞോ? താനത് ചെയ്തോ? ഇല്ലല്ലോ എന്ന് ആരും ചോദിക്കാം. എന്നോട് പറയാതിരുന്നത് എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത് എന്ന് മിത്രയോട് പറയാണ്. ഞാനത് എതിർക്കും എന്നറിയാവുന്നത് കൊണ്ടായിരിക്കുമല്ലോ എന്നോട് പറയാതിരുന്നത്. ആര്യ, അങ്ങനെയല്ലേ എന്നപ്പോൾ ആരും വീണ്ടും ചോദിക്കാം. അല്ലെങ്കിൽ താൻ എന്നോട് പറഞ്ഞിട്ട് പോകുമായിരുന്നില്ലേ? ഉത്തരം പറ എന്ന് ചോദിക്കാം. അപ്പം മിത്ര തല കുനിച്ച് നിൽക്കുക. ഞാൻ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല ആര്യ, എന്നെ ഒന്ന് മനസ്സിലാക്കുക. പക്ഷേ എനിക്ക് അവനൊന്ന് കാണണമെന്ന് തോന്നി, എൻ്റെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് ഞാൻ അവിടേക്ക് പോയത് എന്ന് മിത്ര വീണ്ടും കരഞ്ഞുകൊണ്ട് ആര്യനോട് പറയാം. ഇനി അതിൻ്റെ പേരിൽ എന്നെ കുറ്റപ്പെടുത്തരുത് പ്ലീസ്. വേദനിച്ചതേ അലോകനെ കാണാൻ പോയതുകൊണ്ടല്ല എന്ന് ആര്യം പറയാം. അത് എന്നിൽ നിന്ന് മറച്ചു വെച്ചതുകൊണ്ടാ എന്ന് വീണ്ടും പറയാണ് കേട്ടോ. അപ്പം മിത്രയ്ക്കും സങ്കടം വരികയാണ് ആര്യൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ. അപ്പം മിത്രയാണെങ്കിൽ ആര്യനിൽ നിന്നും തിരിഞ്ഞ് ഇങ്ങനെ നടക്കുക. അപ്പം ആര്യനടുത്തേക്ക് വരിക. തൻ്റെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഒപ്പം നിന്നത് ഞാനാ. എന്നോട് താൻ ഈ ചതി ചെയ്യാൻ പാടില്ലായിരുന്നു. കുറച്ചും കൂടി ഒരു മാന്യത എന്നോട് തനിക്ക് കാണിക്കാമായിരുന്നു എന്ന് മിത്രയോട് ആര്യം പറയാണ്. ആര്യ, എന്തൊക്കെയായി പറയുന്നേ? വേണ്ട, ഇനി ആര്യ എന്ന് വിളിക്കണ്ട. ആര്യ പ്ലീസ്, എൻ്റെ അവസ്ഥയൊന്ന് മനസ്സിലാക്കുക, എനിക്കൊന്നും കേൾക്കണ്ട എന്നും പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാം. ആര്യ, പോകല്ലേ എന്ന് പറയാം. ഒറ്റയ്ക്ക് ജയിലിൽ പോകാൻ കഴിയുന്ന തനിക്ക് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്യാനും കഴിയും. ഇനി എൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആര്യ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് എന്ന് പറഞ്ഞ് മിത്ര അവിടെ നിന്ന് കരയാം. പക്ഷെ മിത്രയെ തനിച്ചാക്കി ആര്യൻ അവിടെ നിന്ന് അങ്ങോട്ട് പോവാണ് കേട്ടോ. മിത്രയുടെ ഈ പ്രവൃത്തി ആര്യൻ്റെ മനസ്സിന് അത്രയേറെ വേദന നൽകിയിട്ടുണ്ടെന്ന് ആര്യൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുവേ. ഇതേ സമയം ദേവമംഗലത്ത് രാത്രിയായപ്പം ആഹാരമൊക്കെ കഴിക്കാനായിട്ട് നമ്മുടെ ആനന്ദ് വന്നിരിക്കാം. അപ്പം നല്ല മണം വരുന്ന കാണുമ്പം ആരും മണത്ത് നോക്കുക. പെട്ടെന്ന് ബാലനും അങ്ങോട്ട് വരികയാണേ. നല്ല മണമുണ്ടല്ലോ അച്ഛാ, ഇന്ന് കറി ഉണ്ടാക്കിയത് മിക്കവാറും അനുക്കുട്ടിയായിരിക്കും. അത് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കാം. അവൾ കുക്ക് ചെയ്യുന്ന ദിവസത്തെ കറിയുടെ മണമൊക്കെ എനിക്കറിയാം അച്ഛാ എന്ന് പറയും. അപ്പം മീനു അങ്ങോട്ട് വരിക. അപ്പോഴത്തേക്കും മീനു പറയും, കറി ഉണ്ടാക്കിയത് അനു തന്നെയാ, അവളുടെ മൂഡ് മാറാൻ ഞാൻ നിർബന്ധിച്ച് കുക്ക് ചെയ്യിപ്പിച്ചതാ എന്ന് പറയാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ അച്ഛാ എന്ന് ആനന്ദ് ചോദിക്കുക. അല്ല, എന്നിട്ട് അനു എവിടെ? അവൾ കിച്ചണിലുണ്ടച്ഛാ, ഇപ്പം വരും എന്ന് മീനു മറുപടി പറയും.
പെട്ടെന്ന് നമ്മുടെ മിത്രയും അവിടേക്ക് വരികയാണേ. മിത്രയെ കാണുന്ന ബാലൻ ചോദിക്കും, മോളെ ആര്യനെവിടെ എന്ന് ചോദിക്കുക. ആര്യന് ചെറിയൊരു തലവേദന, കിടക്കുക അങ്കിളെ എന്ന് പറയാം. തലവേദനയോ എന്ന് ഗോമതി അപ്പോൾ പറയാം. ഞാനൊന്ന് നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞ് ഗോമതി ആര്യൻ്റെ അടുത്തേക്ക് പോവുകയാണേ. അപ്പം മിത്രയുടെ പതർച്ചയൊക്കെ നമ്മുടെ മീനു ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം മീനു കണ്ണടിച്ച് സമാധാനിപ്പിക്കും, സാരമില്ല പോട്ടെ എന്നുള്ള രീതിയിൽ. ഇതേ സമയം ആര്യനാണ് റൂമിലാകെ ചിന്തിച്ച് കണ്ണും അടച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗോമതി അടുത്തേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവൻ്റെ അവസ്ഥ കാണുമ്പോൾ ഗോമതിക്ക് പാവം തോന്നുക. എന്താടാ, എന്താ പറ്റിയത്, നീ എന്താ ഇങ്ങനെ കിടക്കുന്നേ, നിനക്ക് തലവേദനയാണെന്ന് മിത്ര പറഞ്ഞു എന്ന് ചോദിക്കുക. ആര് പറഞ്ഞു? ഭർത്താവിന് തലവേദനയാണെന്ന് ആരാ പറയുന്നത്? മിത്ര, ഞാൻ മിത്ര എന്ന് പറഞ്ഞത് നീ കേട്ടില്ലേ എന്ന് ചോദിക്കുക. എന്ത് പറ്റിയടാ, നീ വെയിൽ കൊണ്ടോ എന്ന് ചോദിക്കുക. ക്ഷീണമൊക്കെ ആയിരുന്നെങ്കിൽ പിന്നെ നീ എന്തിനാ ഇന്ന് ഗ്രൗണ്ടിൽ പോകാൻ പോയത്? അമ്മ പൊക്കോ, കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ച് കഴിയുമ്പോൾ തലവേദന മാറിക്കോളും എന്ന് പെട്ടെന്ന് നമ്മുടെ ആര്യം പറയും. ദേ നീ വന്നേ, നീ ഭക്ഷണം കഴിച്ചിട്ട് കിടന്നാൽ മതി. വേണ്ട അമ്മേ, അമ്മ ചെല്ല്. എന്നാ പിന്നെ കഞ്ഞിയായിട്ട് കഴിക്കാം. എൻ്റെ അമ്മേ, വേണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞത്. എന്തായാലും പട്ടിണി കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്തേലും കഴിച്ചിട്ട് നീ കിടന്നാൽ മതി. അല്ല, തലവേദനയാണെങ്കിൽ മരുന്നോ മറ്റോ വേണോ എന്ന് ചോദിക്കുക. പ്ലീസ് അമ്മ, ഒന്ന് മിണ്ടാതിരിക്കുക. എടാ, വന്ന് ആഹാരം കഴിച്ചേ പറ്റൂ. ദേ നീ ഇങ്ങ് വന്നേ എന്ന് പറഞ്ഞ് ആരിൻ്റെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് കേട്ടോ ഗോമതി. എൻ്റെ അമ്മ, എനിക്ക് വേണ്ട, വരാനാ പറഞ്ഞത്. ഒന്നും കഴിക്കാതെ ഒന്നും കിടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് വീണ്ടും പറയാം. ഇതേ സമയം നമ്മുടെ അനുശ്രീയും അച്ഛൻ്റെ അടുത്തുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും വന്നിരിക്കുകയാണ് ആഹാരം കഴിക്കാനായിട്ട്. പെട്ടെന്ന് അനു ആണെങ്കിൽ ആര്യനെ നോക്കുക. ആര്യൻ ചേട്ടനെ കാണുന്നില്ല എന്ന് പറയാണ്. അത് കേൾക്കുമ്പോഴത്തേക്കും മിത്ര പറയും, ഞാൻ പോയി നോക്കാം എന്ന് പറയാം. വേണ്ട, നീ അവിടെ നിൽക്കുക എന്ന് മിത്രയോട് മീനു പറയാം. അമ്മ പോയിട്ടുണ്ടല്ലോ, അമ്മ കൂട്ടിക്കൊണ്ട് വന്നോളും എന്ന് പറയാം. അപ്പോൾ പ്ലീസ് ചേച്ചി എന്നുള്ള രീതിയിൽ മീനുവിനെ കണ്ടോട് സംസാരിക്കുകയാണ് പതിയെ മിത്ര. അല്ല മോളെ, നീ കഴിക്കുന്നില്ലേ എന്ന് അപ്പം ബാലൻ ചോദിക്കുക. ഞാൻ പിന്നെ കഴിച്ചോളാം അങ്കിൾ. അതെന്തു പറ്റി? എനിക്ക് കുറച്ച് പഠിക്കാനുണ്ട്. ഇപ്പം കഴിച്ചാൽ ഉറക്കം വരും. അതാ പഠിച്ചു കഴിഞ്ഞ് കഴിക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ്, കുഴപ്പമില്ല, നീ പോയിരുന്ന് പഠിക്കുക എന്ന് ബാലൻ പറയാം. ഇതേ സമയം ഗോമതി നിർബന്ധപൂർവ്വം ആര്യനെ പിടിച്ചോണ്ട് വരികയാണേ. അമ്മേ, എനിക്ക് വിശപ്പില്ല, എന്നെ ഒന്ന് വെറുതെ വിടമ്മേ എന്ന് ആര്യം പറയാം. ചേടാ, ആദ്യം പറഞ്ഞു നീ തലവേദനയാണെന്ന്, ഇപ്പം പറയുന്നു വിശപ്പില്ലാന്ന്. ദേ ആര്യ, മര്യാദയ്ക്ക് ഇവിടെ വന്നിരുന്നേ, ആഹാരം കഴിച്ചിട്ട് നീ കിടന്നാൽ മതി എന്ന് പറയാം. അപ്പം ആര്യനെ വലിച്ചുകൊണ്ട് വരുന്ന കാണുമ്പം ആനന്ദ് ചോദിക്കും, എന്തു പറ്റിയമ്മേ? തലവേദനയാണെന്നാ എന്നോട് പറഞ്ഞത്. വേറെ എന്തെങ്കിലും കാര്യമുണ്ടോ മിത്രേ എന്ന് ഗോമതി ചോദിക്കുക. ഇല്ല പച്ചി, വേറൊരു കാര്യമില്ല എന്ന് മിത്ര പറയാം. ട്രാവൽ ഏജൻസി തുടങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമായിരിക്കും അല്ലേ ആര്യ എന്ന് മീനു പെട്ടെന്ന് ചോദിക്കൂട്ടോ. ആണോടാ, അതാണോ നിൻ്റെ പ്രശ്നത്തിന് കാരണം എന്ന് ആനന്ദം ചോദിക്കുക. അപ്പം മീനു പറയും, ഏട്ടാ, നമ്മൾ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ ഇറങ്ങിക്കഴിയുമ്പം നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു 100 കൂട്ടം നൂറാമാലകൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ ആരിനും ഇപ്പം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ആ ഫ്രസ്ട്രേഷൻ എല്ലാവർക്കും മനസ്സിലാകും എന്ന് മിത്രയെ രക്ഷപ്പെടുത്താനായിട്ട് മീനാക്ഷി പറയൂ കേട്ടോ. ട്രാവൽ ഏജൻസി തുടങ്ങാൻ നിനക്ക് എത്ര രൂപ വേണ്ടി വരും എന്ന് ബാലൻ ചോദിക്കും. അത് എടാ, പുതിയൊരു ബിസിനസ് തുടങ്ങാൻ പോകുമ്പം അതിനാവശ്യമായ തുക എത്ര വേണമെന്ന് നിനക്കറിയില്ലേടാ? അറിയാം എന്ന് അപ്പം ആര്യം പറയും. എത്ര വേണ്ടി വരും എന്ന് വീണ്ടും ബാലൻ ചോദിക്കുക. പറയടാ എന്ന് ഗോമതി ആര്യനോട് പറയാം. എടാ, നോക്കിയിരിക്കാതെ നീ കഴിച്ചേ, മര്യാദയ്ക്കിരുന്ന് കഴിക്കുക. മിത്ര, കുറച്ച് കറി വിളമ്പി അവന് കൊടുത്തേ എന്ന് ബാലൻ അപ്പം മിത്രയോട് പറയാണ് കേട്ടോ. അപ്പം മിത്ര കറിയുമായിട്ട് ആര്യൻ്റെ അടുത്തേക്ക് വരിക. ചേച്ചി കഴിക്കുന്നില്ലേ എന്ന് അനു അപ്പം മീനുവിനോട് ചോദിക്കുക. അപ്പം ഞാൻ കഴിച്ചോളാം മോളെ എന്ന് മീനു മറുപടി പറയേ. ഇതേ സമയം മിത്രയാണെങ്കിൽ കറി എടുത്ത് ആര്യൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആര്യൻ ആ പ്ലേറ്റ് മാറ്റും. അയ്യോ, ഇതെന്താ നീ കാണിച്ചത് എന്നുള്ള രീതിയിൽ എല്ലാവരും നോക്കുക. അപ്പം ബാലൻ്റെ കയ്യിലും കുറച്ച് തെറിക്കും. അങ്കിളെ സോറി. മോളെന്തിനാ എന്നോട് സോറി പറയുന്നേ? അവൻ ആ പ്ലേറ്റ് മാറ്റിയത് കൊണ്ടല്ലേ എന്ന് അപ്പം ബാലനാണെങ്കിൽ ആര്യനോട് പറയും. ആര്യ, നിനക്ക് എന്താ പറ്റിയത്? നീ എന്തിനാ ഈ ദേഷ്യം കാണിക്കുന്നത്? പെട്ടെന്ന് ആര്യൻ എഴുന്നേറ്റ് അങ്ങോട്ട് പോവാണ് കേട്ടോ, ഒരു മറുപടിയും പറയാതെ. അപ്പം മോളെ, എന്താ പ്രശ്നം, എന്താ അവന് പറ്റിയത് എന്ന് ബാലൻ പെട്ടെന്ന് മിത്രയോട് ചോദിക്കും. അത് പിന്നെ വേറെ പ്രശ്നമൊന്നും ഇല്ലെങ്കിൽ എന്ന് പറയാം. ഒരു പ്രശ്നവും ഇല്ലയെന്ന് മോള് പറയണ്ട, അവനിങ്ങനെയൊക്കെ പെരുമാറണമെങ്കിൽ എന്തോ ഉണ്ട്. മിത്ര, എന്താണെങ്കിലും പറ എന്ന് ആനന്ദും പറയാം. ഒരു പ്രശ്നമില്ല അച്ഛാ. ഇല്ല ഏട്ടാ എന്ന് അപ്പം മീനാക്ഷി പറയും. ഒരു പ്രശ്നമില്ലെന്ന് മീനുവിന് എങ്ങനെ അറിയാം? അത് പിന്നെ അച്ഛാ, നമ്മളൊരു കാര്യം നേടാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതാകുമ്പോൾ നമ്മുടെ മനസ്സൊന്ന് പതറിപ്പോകില്ലേ? ആ ഫ്രസ്ട്രേഷനാ, ആ പതർച്ചയെ ആരിനിപ്പോൾ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഇല്ല എന്ന് മീനാക്ഷി വീണ്ടും മിത്രയുടെ രക്ഷകയായിട്ട് വന്ന് നിന്ന് പറയാണ് കേട്ടോ.
അങ്കിളെ ഞാൻ കഴുകിത്തരാം എന്ന് പറഞ്ഞ് ബാലൻ്റെ അടുത്തേക്ക് മിത്ര ചെല്ലുക. വേണ്ട, ഞാൻ കഴുകിക്കോളാം എന്ന് പറഞ്ഞ് ബാലൻ അങ്ങ് പോവാം. പക്ഷേ ബാലന് സംശയം തോന്നുന്നുണ്ട്. ശരീരത്തിൽ ഇച്ചിരി കറി വീണാൽ നമുക്ക് വെള്ളം കൊണ്ട് അത് തുടച്ച് കളയാം. പക്ഷേ അതേ കറ മനസ്സിലാ വീഴുന്നെങ്കിൽ അത് അങ്ങനെ തന്നെ അവിടെ കിടക്കും എന്ന് മിത്രയോട് ബാലൻ പറയും. മായ്ച്ചാലും തുടച്ചാലും തേച്ചാലും അത് അവിടെ പോകാതെ തന്നെ കിടക്കും. പിന്നെ അത് ശരിയാക്കണമെങ്കിൽ നമ്മൾ കുറച്ചധികം ബുദ്ധിമുട്ടേണ്ടി വരും എന്ന് പറയാം. അത് കേൾക്കുന്ന മിത്രയ്ക്ക് ഒരുപാട് സങ്കടം വരുവാണേ. ആര്യൻ തന്നിൽ നിന്ന് അകന്നു പോവാണോ എന്നുള്ള ചിന്തയൊക്കെ കടന്നു വരിക. ഇതേ സമയം കൃഷ്ണമംഗലത്ത് എല്ലാവരും സഭ കൂടിയിരിക്കുകയാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് നമ്മുടെ അനന്തം വന്ന് ഇന്ദിരാമ്മയോട് പറയും, അമ്മേ ഞാനും നന്ദതയും കൂടി ഒരു കാര്യം അങ്ങ് തീരുമാനിച്ചു എന്ന് പറയാം. ഞങ്ങൾ നാളെ മിത്രയെ ചെന്നൊന്ന് വിളിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന അച്യുതന് ഒരുപാട് സന്തോഷം വരിക. അച്യുതനും രാജശ്രീയും കൈ അടിച്ചത് പാസ്സാക്കുകയാണ് കേട്ടോ. അവസാനം ഏട്ടൻ്റെ തലയിൽ വെളിച്ചം വീണു. ഞങ്ങളിത് എന്നേ പറയുന്നതാ ഏട്ടാ. ഏട്ടനായിരുന്നല്ലോ അപ്പോൾ അവളെ വിളിക്കാൻ താല്പര്യമില്ലാത്തത്. അനന്തേട്ട ഇതൊരു വാശിയായിട്ട് അങ്ങ് എടുക്കണം എന്ന് രാജശ്രീ പറയാം. ആദ്യം അനുശ്രീ തിരിച്ചുപോയി, പിന്നെ അലോകിനെ ജയിലിലാക്കി. അതിനൊക്കെ കൂടിയുള്ള മറുപടി ആയിരിക്കണം ഇത് എന്ന് പറയണേ. പെട്ടെന്ന് ധർമ്മൻ പറയും, സന്തോഷമായിട്ട് ജീവിക്കുന്നവരെ പിരിക്കണ്ടെന്നാ എൻ്റെ അഭിപ്രായം. ആര് സന്തോഷമായി കഴിയുന്നെന്നാ നീ മിത്രയുടെ മനസ്സിനകത്ത് കയറിയിരുന്നാണോ സംസാരിക്കുന്നത് എന്ന് അച്യുതൻ ചോദിക്കുക. ആ പാവം അവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനായിട്ട് കൊതിച്ചിരിക്കുക. പെട്ടുപോയ സ്ഥിതിക്ക് സന്തോഷം അഭിനയിച്ച അവൾ അവിടെ ജീവിക്കുന്നത്. അതൊക്കെ എനിക്ക് മനസ്സിലായി എന്ന് അച്യുതൻ പറയാം. അത് കേൾക്കുന്ന ധർമ്മം പറയും, അങ്ങനൊന്നും അല്ല, അവർ തമ്മിൽ നല്ല സ്നേഹത്തിൽ തന്നെ. എടാ ധർമ്മ, നിനക്കിത് എന്തിൻ്റെ കേടാടാ എന്ന് രാജശ്രീ ചോദിക്കുക. അനന്തേട്ടനും നന്ദിതേടത്തെയും മനസ്സുകൊണ്ട് മിത്രയെ വിളിക്കാൻ തയ്യാറായിട്ട് വരുമ്പം നീ എന്തിനാടാ അവരുടെ മനസ്സ് വെറുതെ ഇടിച്ചു കളയുന്നത് എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ധർമ്മനാണെങ്കിൽ ഒന്നും മിണ്ടാതെ നിൽക്കുക. പെട്ടെന്ന് ഇന്ദിരാമ പറയും, എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, മിത്രയും ആര്യനെയും കൂടി വിളിച്ചുകൂടെ എന്ന് ചോദിക്കുക. അപ്പം അച്യുതൻ പറയും, അത് വേണ്ട, അതിന് ഞാൻ സമ്മതിക്കില്ല. അമ്മ കണ്ടതല്ലേ, അലോകിനെ കൊല്ലാൻ നിന്നതല്ലേ അവൻ. കോടതിയിൽ ആകാശവും അനന്തവും ഒന്നും വന്നില്ല. കൂടെ വന്നത് ഈ ആര്യന. അവനെ അംഗീകരിക്കാനൊന്നും പറ്റില്ല. ഇനി ആരെന്ത് പറഞ്ഞാലും എന്ന് അച്യുതൻ ഉറപ്പിച്ച് പറയണേ. പെട്ടെന്ന് രാജശ്രീ പറയും, മിത്രയും തിരിച്ചു വന്ന് അലോകം ജയിലിൽ നിന്ന് വന്നു കഴിഞ്ഞാലേ പിന്നെ നമുക്കിവിടെ സന്തോഷമായിരിക്കും. കൃഷ്ണമംഗലത്തെ മുഖച്ഛായ തന്നെ മാറും അമ്മേ. അമ്മയൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ നഷ്ടപ്പെട്ടു പോയ എല്ലാ സന്തോഷങ്ങളും വരും. അല്ല ഏട്ടൻ എപ്പോഴാണ് ദേവമംഗലത്തേക്ക് പോരുന്ന എന്ന് അപ്പോഴത്തേക്കും അച്യുതൻ ചോദിക്കാം. രാവിലെ തന്നെ പോകാം എന്ന് അനന്ത മറുപടി പറയേ. ചെന്ന് വിളിക്കുമ്പം അവൾ വരില്ലെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷേ ഏട്ടനും ഏട്ടത്തി സമ്മതിച്ചു കൊടുക്കരുതേ, ഞങ്ങൾ നിർബന്ധിക്കും. പക്ഷേ ബലം പ്രയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് നന്ദിത ചോദിക്കാം. എന്തുകൊണ്ട് എടുത്തി? വേണമെങ്കിൽ ബലവും പ്രയോഗിക്കാം. അവളെ വലിച്ചുകൊണ്ട് ഇങ്ങോട്ട് പോരാം, അതിലൊന്നും ഒരു തെറ്റുമില്ല. നിങ്ങൾ അവരുടെ അച്ഛനും അമ്മയല്ലേ എന്ന് അച്യുതൻ ചോദിക്കാം. അപ്പം ധർമ്മ പറയും, ഇനി എന്തൊക്കെ ചെയ്താലും മിത്ര വരാൻ പോകുന്നില്ല എന്ന് തീർത്തു പറയാം. അതൊക്കെ ഏട്ടൻ നോക്കിക്കോളും, നീ അതിൽ ഇടപെടാൻ നിൽക്കണ്ട എന്ന് അച്യുതൻ ധർമ്മനോട് പറയാം. അപ്പം അനന്തം പറയും, നാളെ മിത്ര ഞങ്ങളോടൊപ്പം വരുമെന്ന് തന്നെയാണ് എൻ്റെ മനസ്സ് പറയുന്നത് എന്ന് അനന്തൻ അവിടെ നിന്ന് തൻ്റെ അഭിപ്രായം പറയാണ് കേട്ടോ. അത് കേൾക്കുമ്പോഴത്തേക്കും എല്ലാവരും അങ്ങനെയെങ്കിൽ അങ്ങനെ എന്നുള്ള രീതിയിൽ നിൽക്കുക. എന്തായാലും രാജശ്രീക്കും അച്യുതനും ഒരുപാട് സന്തോഷമായിട്ടുണ്ട്. തങ്ങൾ ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ള ചിന്തയിൽ നിൽക്കുക. ഇതേ സമയം മീനാക്ഷിയും അതുപോലെ ആകാശം റൂമിലുണ്ട്. മീനാക്ഷി എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് നോക്കിക്കൊണ്ട് ആകാശം നിൽക്കുക. മീനു കിടക്കാറായില്ലേ? എത്ര നേരമായി? കുറച്ചുകൂടി ഉണ്ട്. ഇത് നാളെ ചെയ്താൽ പോരെ? സർക്കാർ ഓഫീസുകളിലെ ഓരോ ഫയലുകളിലും ഓരോ ജീവിതമുണ്ട്. ഇതിലൊരു ഒപ്പിടാൻ വൈകുന്ന ഓരോ നിമിഷവും ബുദ്ധിമുട്ടിലാകുന്നതേ ആ ജീവിതം കൂടിയാ. അതുകൊണ്ട് നമ്മളൊന്നും വൈകിപ്പിക്കാൻ പാടില്ല. ഓ അല്ല, എൻ്റെ മീനാക്ഷി സ്റ്റോറിൻ്റെ ലൈസൻസിൻ്റെ കാര്യത്തിൽ ഈ സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. അപ്പോഴീ തത്വമൊക്കെ എന്തേ വരാതിരുന്നത്? ലൈസൻസ് ഒപ്പിടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അന്നും പറഞ്ഞിട്ടില്ല, ഇപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഡോക്യുമെൻറ്റ്സ് പെർഫെക്റ്റ് ആയിരിക്കണം, അത് മാത്രമേ ഞാൻ മുന്നോട്ട് വയ്ക്കുന്നുള്ളൂ. ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഹാജരാക്കി കഴിഞ്ഞാൽ ലൈസൻസ് തരാം. മീനു ഇനി എന്താ ആകാശേ എന്ന് ചോദിക്കാം. അല്ല, നമ്മുടെ ആര്യനും ഇത്രയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ആകാശ് ചോദിക്കുക. അതെന്താ ആകാശ് അങ്ങനെ ചോദിച്ചേ? അല്ല, എനിക്കങ്ങനെ തോന്നി, അവർക്കിടയിൽ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്, ഒരു അകൽച്ച ഉള്ളതുപോലെ. അവർ തമ്മിലൊരു പ്രശ്നവുമില്ല. ആരിൻ്റെ ടെൻഷൻ അതാ ട്രാവൽ ഏജൻസിയുടെ കാര്യത്തിലാണ് എന്ന് മീനു പറയും. ഇതുവരെ ലോണൊന്നും ശരിയായില്ലല്ലോ.
അതല്ലാതെ അവർക്കിടയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെന്ന് നിനക്ക് ഉറപ്പാണല്ലോ അല്ലേ എന്ന് ചോദിക്കാം. അതേന്നേ, നമ്മൾ തമ്മിൽ ചിലപ്പോൾ വഴക്കിടും, പിണങ്ങും. അവർ തമ്മിൽ അതുപോലും ഉണ്ടാകാറില്ല. രണ്ടുപേർക്കും പരസ്പരം അത്രയ്ക്ക് ഇഷ്ടമാണ്. ആ, അതെനിക്ക് മനസ്സിലായില്ല എന്ന് ആകാശ് ചോദിക്കുകയാണേ. നമ്മൾ വഴക്കിടും, അത് ശരിയാ. പക്ഷേ നമ്മുടെ പരസ്പര സ്നേഹത്തിന് എന്തെങ്കിലും കുറവുണ്ടോ എന്ന് ആകാശ് ചോദിക്കാം. എൻ്റെ ചക്കരേ, സ്നേഹത്തിന് കുറവുണ്ടെന്ന് ഞാൻ പറഞ്ഞോ എന്ന് മീനു അപ്പം ആകാശിനോട് ചോദിക്കും കേട്ടോ. ഒന്നുകൂടെ അങ്ങനെ പറയുമോ ചക്കരേന്ന്, സ്നേഹത്തോടെ ഒന്നുകൂടെ കവളെ പിടിക്കുമോ എന്ന് ആകാശ് ചോദിക്കുക. അയ്യേടാ മീനു പ്ലീസ്, മീനുവിനെ ഇവിടെ ഒരുപാട് ജോലിയുണ്ടേ, അതുകൊണ്ട് എൻ്റെ പൊന്നുമോൻ കിടന്ന് ഉറങ്ങാൻ നോക്ക് എന്ന് പറയാം. മീനു ഇനി എന്താ ആകാശേ എന്ന് മീനു അപ്പം ചോദിക്കുകയാണ്. ഇപ്പോൾ ഈ മുറിയിൽ ഒരു 3-4 കുട്ടികളും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരിവിടെ ഓടിച്ചാടി കളിച്ച് എന്ത് രസമായിരുന്നു അല്ലേ എന്ന് ചോദിക്കും. 3-4 കുട്ടികളോ? വേണ്ട, രണ്ട് കുട്ടികൾ നല്ലതല്ലേ എന്ന് ആകാശപ്പ വീണ്ടും പറയാം. ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരെണ്ണമെങ്കിലും. അതൊക്കെ അതിൻ്റെ സമയമാകുമ്പോൾ അങ്ങ് നടന്നോളും എന്ന് മീനു പറയാം. മീനു നീ എന്താ ഇങ്ങനെ എന്ന് ആകാശ് വീണ്ടും ചോദിക്കാം. മീനു മീ എന്നും പറഞ്ഞ് വീണ്ടും വിളിക്കുക. അതെ, ആദ്യമായിട്ട് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് തോന്നിയ ഒരു ഫീലുണ്ട് എന്ന് ആകാശ് ഭയങ്കര റൊമാൻറ്റിക് ആയിട്ട് പറയാം. നമ്മുടെ ഉള്ളിലിരുന്ന് ആരോ പറയില്ലേ, ദേ നിന്റെ പെങ്കൊച്ചെന്ന്. ഇതൊക്കെ നമ്മുടെ മീനുവിനും ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ആകാശിൻ്റെ ഈ സംസാരമൊക്കെ ജോലിക്കിടയിൽ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്. നമ്മുടെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും എനിക്കിപ്പോഴും നിന്നെ കാണുമ്പം അതേ ഫീലാ, എൻ്റെ ഉള്ളിൽ അതേ ഒരു ചിന്തയാണ് വരാറ്. ഞാനിങ്ങനെ പറഞ്ഞാൽ നീ വിശ്വസിക്കൂ മീനു എന്ന് ചോദിക്കാം. അപ്പം മീനു അവിടെ നിന്ന് ചിരിക്കുകയാണ് കേട്ടോ. എന്താ മീനു നീ ചിരിച്ചത് എന്ന് ആകാശ് ചോദിക്കാം. പെട്ടെന്ന് മീനു താൻ ചെയ്തിരുന്ന ഫയലുകളെല്ലാം എടുത്ത് മാറ്റിവെക്കും. എന്നിട്ട് ആകാശിൻ്റെ അടുത്തേക്ക് ചെല്ലും. ഇപ്പോഴും അതേ ഫീലാണോ എന്ന് ചോദിക്കുക. മീനു നിന്നെ ഞാൻ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിലോ കുറച്ചുകൂടി കൊള്ളാവുന്ന ഒരുത്തനെ എൻ്റെ ഭർത്താവായിട്ട് എനിക്ക് കിട്ടിയേനെ, അത്ര തന്നെ എന്ന് അപ്പം നമ്മുടെ മീനാക്ഷി പറയാ. അത് കേൾക്കുന്ന ആകാശം ചിരിക്കും. പോടി നീ പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. എന്നെക്കാളും നല്ലൊരാളെ നിനക്ക് കിട്ടിയേനെ, അത് നീ പറഞ്ഞത് സത്യമാണ്. പക്ഷേ നിന്റെ അത്ര നല്ലൊരു പെൺകുട്ടിയെ ഒരിക്കലും എനിക്ക് കിട്ടില്ലായിരുന്നടി എന്ന് ആകാശം നമ്മുടെ മീനുവിനോട് പറയാണ് കേട്ടോ. അത് കേൾക്കുന്ന മീനാക്ഷിക്ക് ഒന്നും കൂടി ഭയങ്കര സന്തോഷം തോന്നുക. സത്യം, ഞാൻ പറഞ്ഞതേ 100% സത്യ എന്ന് മീനുവിനോട് നമ്മുടെ ആകാശ് പറയാം. അതിനുശേഷം മീനുവിൻ്റെ അടുത്തേക്ക് കിടക്കുകയാണ് കേട്ടോ. ബാ മീനു നമുക്ക് കിടക്കാം എന്ന് പറയാം. കിടക്കാലോ. സൈക്കോളജിക്കൽ മൂവ് കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല എന്ന് നമ്മുടെ മീനാക്ഷി അപ്പം ആകാശിനോട് പറയാണ് കേട്ടോ. ആകാശിൻ്റെ ഈ റൊമാൻറ്റിക് രീതിയിലുള്ള സംസാരമൊക്കെ കാണുമ്പം ആകാശ് ചിരിക്കുക. അയ്യടാ പൊന്നു മോനെ, കിടന്ന് ഉറങ്ങാൻ നോക്ക്, എനിക്ക് 100 കൂട്ടം ജോലിയുണ്ട്, ഉറങ്ങാനോ. അപ്പം മീനു വീണ്ടും ഫയലുകളൊക്കെ എടുത്ത് ജോലി ചെയ്യാനായിട്ട് തുടങ്ങും കേട്ടോ. തുടങ്ങി അവളുടെ ഒരു ഫയൽ എടുത്ത് മാറ്റി വെക്കും മീനു എന്ന് പറയാം. ഷെടാ എനിക്ക് പിന്നെ ജോലി ചെയ്യണ്ടേ. ആകാശ് കിടന്നുറങ്ങുക. ഞാൻ ഇതൊക്കെ സൈൻ ചെയ്ത് വെച്ചതിന് ശേഷം വന്ന് കിടന്നോളാം പോരെ എന്ന് മീനാക്ഷി ആകാശിനോട് ചോദിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ആര്യനെ റൂമിൽ വന്നിട്ടും ദേഷ്യം നിയന്ത്രിക്കാനായിട്ട് സാധിക്കുന്നില്ലേ. മിത്രയാണെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുക ആര്യൻ്റെ ഈ ദേഷ്യം ഒക്കെ കാണുമ്പോഴേ. അപ്പം ആര്യനാണെങ്കിൽ ഉറക്കം പോലും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും റൂമിൽ നടക്കുകയാണ് കേട്ടോ. മിത്രയാണെങ്കിൽ ബെഡിൽ ഇങ്ങനെ ഇരിക്കുക. അതിനുശേഷം ആര്യൻ തൻ്റെ പായെടുത്ത് വിരിച്ച് കിടക്കാനായിട്ട് തുടങ്ങും. എന്താ ആര്യൻ്റെ പ്രശ്നം എന്താ എന്ന് ചോദിക്കുക. എന്നെ മറച്ചു വെച്ച് എനിക്കിഷ്ടമില്ലാത്ത ആളെ കാണാൻ എൻ്റെ ഭാര്യ പോയി എന്ന് വെച്ചാൽ എന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ് എന്ന് ആര്യം പറയാം. ആര്യ പലവട്ടം ഞാൻ പറഞ്ഞു, എനിക്ക് അലോകിനോട് പ്രത്യേകിച്ച് ഒരു സ്നേഹവും ഇല്ല, അവൻ എനിക്കും ശത്രു തന്നെയാണ്. പക്ഷേ എൻ്റെ മനസാക്ഷി എല്ലാ മനുഷ്യരിലും ഓരോ വികാരങ്ങളും ഒക്കെ ഉണ്ടാക്കില്ലേ. അവൻ എൻ്റെ സഹോദരനും കൂടിയാ. ജയിലിലെ കാര്യങ്ങൾ കേട്ടപ്പം എനിക്ക് വിഷമമായി. ആര്യന് അനുവാദമില്ലാതെ ഞാൻ അവനെ കാണാൻ പോയി. അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. മനസ്സിലാകപ്പാടെ ഒരു ശൂന്യതയായിരുന്നു. അങ്ങനെ ഞാനങ്ങ് പോയതാ. അതിന് ഞാൻ ക്ഷമയും ചോദിച്ചു. വീണ്ടും എന്തിനാ ഇതൊരു വലിയ പ്രശ്നമാക്കി എടുക്കുന്നത്? ഇതിൽ കൂടുതൽ കാല് പിടിക്കാനൊന്നും വയ്യ. നീ വലിയ സാഹിത്യമൊന്നും എന്നോട് പറയണ്ട എന്ന് ആര്യം പറയാ. സഹോദര സ്നേഹം, വികാരങ്ങളും വിചാരങ്ങളും, മനസ്സിലെ ശൂന്യത, എത്ര മനോഹരമായ വാക്കുകൾ. അതെ, എൻ്റെ ചെകിടത്തടിക്കുന്നത് പോലുള്ള പ്രവൃത്തികൾ ചെയ്തു വെച്ചിട്ട് സമത്വവും സാഹോദര്യവും പ്രസംഗിക്കുവാണോ എന്ന് ആര്യം ചോദിക്കാം. ദേവമംഗലത്തെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാ, ശത്രുക്കളുമായിട്ട് കൂടുന്നവർക്കുള്ള താവളമല്ല ഇത് എന്ന് ആര്യൻ
മിത്രയോട് പറയാം, ആര്യൻ ഇപ്പം പറഞ്ഞില്ലേ ദേവമംഗലത്തുകാർക്കുള്ളതാണെന്ന്, അതിനർത്ഥം എന്താ ആര്യ? അതെന്തുദ്ദേശിച്ചാ പറഞ്ഞത്? എല്ലാം ഉദ്ദേശിച്ചിട്ട് തന്നെ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഞാൻ ഈ വീട്ടിൽ നിൽക്കേണ്ട കാര്യമില്ലെന്നല്ലേ ആര്യൻ പറയുന്നേ? അപ്പം ആര്യൻ അവിടെ നിന്നൊന്നും മിണ്ടാതെ അങ്ങോട്ട് നീങ്ങി പോവാണ് കേട്ടോ. അതിനുശേഷം ആര്യന് കിടക്കാനുള്ള ഷീറ്റും തലേണ എടുത്തിട്ട് അവിടെ വിരിക്കാം. അപ്പം മിത്രയ്ക്ക് ആകെ സങ്കടം വരിക. ആര്യൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതെ, ഇതിനുത്തരം പറഞ്ഞിട്ട് കിടന്നാൽ മതി എന്ന് വീണ്ടും പറയാം. ദേവമംഗലത്ത് എന്നെ ആവശ്യമില്ലെന്നല്ലേ ആര്യൻ പറഞ്ഞതിനർത്ഥം? ആ, അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന് ആര്യനപ്പം മിത്രയോട് പറയാം. അത് കേൾക്കുന്ന മിത്രയ്ക്ക് ആകെ ഷോക്കായിട്ട് നിൽക്കാം. അപ്പം എന്നെ വേണ്ടെന്നല്ലേ? എന്ന് വെച്ചാൽ ഞാൻ എങ്ങോട്ട് പോയാലും ആര്യന് ഒരു കുഴപ്പവും ഇല്ലെന്നല്ലേ അതിനർത്ഥം? ഒന്ന് ശല്യപ്പെടുത്താതെ ചെന്ന് കിടക്കാൻ നോക്കാവോ മിത്രേ എന്ന് ആര്യനപ്പം മുഖത്ത് നോക്കാതെ മിത്രയോട് പറയുന്നേ. മിത്രയുടെ മനസ്സിൽ അതൊരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഓ ശരി, ഞാൻ എങ്ങോട്ടെങ്കിലും പൊയ്ക്കോളാം, ഞാൻ ഇവിടുന്ന് പൊയ്ക്കോളാം. ഓ ശരി എന്ന് പറയാണേ. അപ്പോൾ ആര്യൻ, പോകാനാണോ ആര്യൻ പറഞ്ഞത്? പോവുകയോ വരികയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യുക. ആര്യ, സീരിയസ് ആയിട്ടാണോ നീ ഇങ്ങനെയൊക്കെ പറയുന്നേ? സീരിയസ് ആയിട്ട് തന്നെയാ എന്ന് ആര്യനപ്പം മിത്രയോട് പറയണേ. അപ്പം മിത്രയ്ക്ക് ശരിക്കും ഒരുപാട് സങ്കടം വരിക. എന്നാൽ ഞാൻ പോകും. എങ്ങോട്ട് പോകും? ലോക പ്രശസ്തമായ പുണ്യസങ്കേതമായ കൃഷ്ണമംഗലത്തേക്കോ എന്ന് ആര്യൻ ചോദിക്കും. ആ, ചെന്നാ മതി. പട്ടും വിരിച്ച് പനിനീരും തളിച്ചങ്ങ് സ്വീകരിക്കും. ചെല്ല് എന്ന് അപ്പം പുച്ഛിച്ച് പറയും. ഞാൻ അങ്ങോട്ട് ചെല്ലണ്ട, എനിക്കിവിടെ വിഷമമാണെന്ന് അറിഞ്ഞാൽ മതി. അടുത്ത നിമിഷം അവർ വരും, എന്നെ കൂട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. എന്നിട്ട് രാജകുമാരിയായിട്ടങ്ങ് വാഴിക്കും എന്ന് ആര്യം പറയാം. രാജകുമാരിയായിട്ടല്ല, റാണിയായിട്ട് ഞാൻ അവിടെ വാഴും എന്ന് മിത്രയും ദേഷ്യത്തോടു കൂടി പറയാം. ഇങ്ങനെ അങ്ങ് കോമഡി പറയല്ലേ മിത്രേ, എനിക്ക് ചിരിക്കാൻ വയ്യ. വിഷമിക്കുണ്ടെന്നറിഞ്ഞാൽ അവരങ്ങ് വിളിച്ചോണ്ട് പോകും പോലും. അതെ, തലേന്ന് പോയതേ പുണ്യമെന്ന് പറഞ്ഞ അവരവിടെ ഇരിക്കുന്നത്. എടി, നിന്നെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ എന്നേ വന്ന് അവർ വിളിച്ചേനെ. വാക്കുകളുടെ അർത്ഥമൊക്കെ പൂർണ്ണമായും മനസ്സിലാക്കിയിട്ട് തന്നെയാണോ ആര്യൻ ഈ സംസാരിക്കുന്നത്? ഷോ, ഇതൊരു വലിയ ശല്യമായല്ലോ എന്ന് ആര്യനപ്പം മിത്രയോട് പറയാം. അപ്പം മിത്രയ്ക്ക് ഇതൊക്കെ ഒരുപാട് വേദന നൽകുന്നുണ്ട് കേട്ടോ. ആര്യൻ്റെ ഈ പ്രവൃത്തിയും തന്നെ വേണ്ട എന്നുള്ള ആര്യൻ്റെ സംസാരവും ഒക്കെ. ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, നീ ഇവിടെ വലിയ ദുരിതത്തിലും ദുഃഖത്തിലും ഒക്കെ ആണെന്ന് നിന്റെ അച്ഛൻ എങ്ങനെ അറിയൂടി എന്ന് ചോദിക്കാം. എൻ്റെ അച്ഛൻ പറയാതെ തന്നെ അറിയും, വരും, വിളിക്കും, ഞാൻ കൂടെ പോവുകയും ചെയ്യും എന്ന് അപ്പം ഇത്രയും ആര്യനോട് വാശിയോട് കൂടി തന്നെ പറയണേ. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി തന്നെ അറിയിക്കാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.